അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔദു ബില്ലാഹ് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുബ്ഹാനല്ലാഹി ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പ്രിയപ്പെട്ടവരെ, എജു തൻസീൽ ഇഹ്സാൻ ഗ്രാൻഡ് ക്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അത് പണ്ട് എങ്ങനെയായിരുന്നു, പിന്നീട് അത് എങ്ങനെയായി, ഇന്നെങ്ങനെയാണ്, നാളെ എങ്ങനെയാകും എന്നെല്ലാമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെല്ലാം, മതപരമായിട്ടുള്ള അധ്യാപനങ്ങളെല്ലാം ദൈവത്തിൽ നിന്നും പ്രവാചകനിലൂടെ നമ്മൾക്ക് ലഭിച്ചതാണ്. അതായത് 1500 വർഷം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സമ്പൂർണമായിട്ടുള്ള മതമാണ് ഇസ്ലാം. എന്നതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലല്ല ഇസ്ലാം തുടങ്ങിയിട്ടുള്ളത്. ഭൂമിയിലെ ആദ്യ പിതാവായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാം, ആദ്യ മനുഷ്യന്റെ കാലം മുതൽ തന്നെ ഇസ്ലാം ഈ ലോകത്തുണ്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, അതാത് കാലങ്ങൾക്കനുസരിച്ച് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അപ്ഡേറ്റഡ് ആവുകയും റിവൈസ്ഡ് ആവുകയുമായി ചെയ്തിട്ടുള്ളത്. ആ മതത്തിന്റെ പൂർത്തീകരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അഥവാ ഫൈനൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ, അത് ഫൈനൽ അപ്ഡേഷൻ കൂടിയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാം ലോകാവസാനം വരെ ഉള്ള ആളുകൾക്ക് മാതൃകയാകുന്നു അല്ലെങ്കിൽ പാഠമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളല്ല. കാരണം മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്താനുള്ളതാണ്, അവന്റെ ദൈവവിശ്വാസത്തെയും മറ്റും ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്, അവന്റെ സാമൂഹ്യ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ളതാണ്. ആ നിലക്ക് നോക്കുമ്പോൾ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന കാര്യങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി പുതിയൊരു കാര്യം വരുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നതിനുള്ള ഒരു ഫ്രെയിം വർക്കും ഒരു ബേസും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ധാർമ്മിക മൂല്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്, നമ്മളും അള്ളാഹുവിന്റെ അടിമയാണ്. അടിമ എന്നുള്ളത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം കാണുന്നത്. അത് ആരുടെ അടിമയാകുമ്പോൾ? അള്ളാഹുവിന്റെ അടിമയാകുമ്പോൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു സർവശക്തനായിട്ടുള്ള തമ്പുരാന്റെ അടിമയാണല്ലോ നാം. അതിനർത്ഥം നാം മറ്റൊന്നിനും അടിമപ്പെടില്ല എന്നുള്ളതാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചോയ്സ് ആണ് പ്രധാനം എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മുടെ ചോയ്സ് എന്താകണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന രീതിയിലാണ് പലതും നടക്കുന്നത്. നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാം യൂസ് ചെയ്യുന്ന ആളുകളാണ്, യൂട്യൂബ് എല്ലാം യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ? അല്ല, അൽഗോറിതമുകളാണ്. സോഷ്യൽ മീഡിയകൾ നമ്മളെ ഭരിക്കുന്നുണ്ട്, അൽഗോറിതംസ് നമ്മളെ ഭരിക്കുന്നുണ്ട്, ഡാറ്റകളും മെഷീൻ ലേണിംഗും നമ്മളെ ഭരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും അപ്പുറം നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയാൽ നമ്മൾ പരസ്യത്തിലൂടെ കണ്ട് പരിചയിച്ച സോപ്പുകളായിരിക്കും നാം വാങ്ങാൻ കൂടുതൽ സാധ്യത ഉണ്ടായിരിക്കുക. ഇതെല്ലാം പറയുന്നത് നമ്മൾ എന്ത് തീരുമാനിക്കണം, നമ്മുടെ മേൽ മറ്റ് പലരും ഒരു ഉടമത്വം സ്വീകരിക്കുന്ന പോലെയാണ് നടക്കുന്നതെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് അടിമത്വം ഒരു മനുഷ്യന് സുപ്രീം ആയിട്ടുള്ളത് പടച്ചവനോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫീരിയോറിറ്റി ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻഫീരിയർ ആയിരിക്കുന്നത് ആരോട് മാത്രമാണ്? പടച്ചവനോട് മാത്രമാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോഴെല്ലാം നാം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. ഈ രീതിയിലാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാം കർമ്മപരമായിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു? അത് പടച്ചോൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പ് നോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. റമദാൻ മാസമാണ്, വിശുദ്ധമായ റമദാനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുകയാണ് ചെയ്യുന്നത്. ഈ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് കുറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നാം ആ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണോ നോമ്പ് നോൽക്കുന്നത്? ഇനി നോമ്പ് നോറ്റത് കൊണ്ട് ആരോഗ്യ ഗുണങ്ങളൊന്നും ഇല്ലാമെന്ന് ശാസ്ത്രം കണ്ടെത്തിയെന്നിരിക്കട്ടെ, എന്നാലും നാം നോമ്പ് നോൽക്കണം. എന്തുകൊണ്ട്? പടച്ചോൻ നോമ്പ് നോൽക്കാൻ പറഞ്ഞു, അതുകൊണ്ട് നാം നോമ്പ് നോൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിയ്യത്തുകൾ പറയുന്നത് എന്ത്? ലില്ലാഹി തആല,
അവൈത്തു സോമ അതിന് അതായി ഫർള റമദാനി ഹാദിസാന്റെ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ടാണ് നാം എന്ത് ചെയ്യുന്നത്, നിയ്യത്ത് വെക്കുന്നത്. അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ടാണ് നാം നോമ്പ് നോൽക്കുന്നത്. വേറെ ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു, ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലെ. സക്കാത്ത് ഒരു സമൂഹത്തിൽ കൊണ്ടുവരുന്ന സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി അങ്ങനെ മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നിരിക്കട്ടെ, എന്നാലും നാം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം എന്ത്? നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്തിന്? സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ണ് മറക്കാൻ പറഞ്ഞിട്ടുണ്ട് പുരുഷനോട്, സ്ത്രീകളോട് ശരീരം മറക്കാൻ പറഞ്ഞിട്ടുണ്ട്, പുരുഷനോടും അവന്റെ നഗ്നതകളെല്ലാം മറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അവന്റെ സൈക്കോളജിക്കലി ബയോളജിക്കലി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു എന്നതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്, രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നാം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പടച്ചോൻ പറഞ്ഞു എന്ന കാരണം കൊണ്ടാണ്. ഹിജാബും മറ്റുമെല്ലാം ധരിച്ച സ്ത്രീകളും പീഡിപ്പിക്കപ്പെടാം, പുരുഷന്മാരും അത്ര രീതിയിൽ കണ്ണ് ചുമ്മിയാലും തെറ്റുകളിലേക്ക് പോകാം, ഇങ്ങനെയെല്ലാം സാഹചര്യങ്ങളുണ്ട്. എന്നാലും അപ്പൊ അതിനെല്ലാം അടിസ്ഥാനമായിട്ട് നാം കാണുന്നത്, പ്രൈമറി ആയിട്ട് നാം കാണുന്നത്, പ്രാഥമികമായിട്ട് കാണുന്നത് പടച്ചോൻ നമ്മളോട് കൽപ്പിച്ചു, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പടച്ചവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നഖല് മൻകൂലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയും. എന്താണ് മൻകൂലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും വന്ന അറിവുകൾക്കാണ് നാം മൻകൂലായിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, മതം പഠിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നായിരുന്നു. കാരണം അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സിൽ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ആ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു. ആ കാലത്ത് ഫിഖ് വേറെ, അഥവാ കർമ്മശാസ്ത്രം വേറെ, അഖീദ അഥവാ നമ്മുടെ വിശ്വാസശാസ്ത്രം വേറെ, ഖുർആൻ വേറെ, തഫ്സീർ വേറെ, ഹദീസ് വേറെ, ഇങ്ങനെ ഇസ്ലാമിക വിജ്ഞാന ശാഖകളായിട്ട് തിരിച്ചിട്ടില്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. മറിച്ച് എല്ലാം പ്രവാചകനിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് അഹ്ലു സുഫ എന്ന് പറയുന്ന ചെരുവിന്റെ ആളുകൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അഥവാ ചെരു എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചെരുവിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അറിവ് പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളെയാണ് അഹ്ലു സുഫ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പ്രവാചകനിൽ നിന്നാണ് എല്ലാവരും അറിവ് പഠിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ കാലശേഷം ഗുരുമുഖങ്ങളിൽ പോയിട്ട് ആളുകൾ അറിവ് പഠിക്കാൻ തുടങ്ങി. പ്രവാചകനിൽ നിന്നും പഠിച്ച സ്വഹാബാക്കൾ, അവരിൽ നിന്നും പഠിച്ച താബിയുകൾ, പ്രവാചകനെ കണ്ട് പ്രവാചകനിൽ നിന്നും അറിവ് പഠിച്ച ആളുകൾ, വിശ്വാസം സ്വീകരിച്ച ആളുകൾ, അവരാണ് സ്വഹാബാക്കൾ. അവരിൽ കണ്ട് അവരിലൂടെ കാര്യങ്ങൾ പഠിച്ച ആളുകളാണ് താബികളായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ സ്വഹാബാക്കളിൽ നിന്നും താബികളിൽ നിന്നെല്ലാം അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നെ ഒരു നൂറ്റാണ്ട് കാലത്തിന് ശേഷമാണ് നമ്മുടെ ഇസ്ലാമിക വിജ്ഞാനങ്ങളെ ശാഖകളായിട്ട് മാറ്റുന്നത്. ഫിഖ് വേറെ, അഖീദ വേറെ, ഇത് തുടങ്ങിയ രീതികളിലെല്ലാം നമ്മുടെ പഠന ശാഖകളായിട്ട് മാറുന്നത് ഈ 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലങ്ങളിലാണ്. അതിനുശേഷം ഗുരുമുഖത്ത് പോയിട്ട് പള്ളിയിൽ നിന്ന് പോയിട്ട് ഹലക്കകളായിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. ആദ്യം പ്രവാചകനിൽ നിന്ന് പഠിക്കുന്നു, പിന്നീട് ഗുരുമുഖത്ത് പോയി പഠിക്കുന്നു, കുറെ ഗുരുക്കന്മാരുണ്ടാകുന്നു, കുറെ ആളുകൾക്ക് അറിവ് ലഭിക്കുന്നു. അതിനുശേഷം കാലം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഈ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. ഒരു സുവർണ കാലഘട്ടം. ഏതാണ് കാലഘട്ടം എന്ന് ചോദിച്ചാൽ ഒരു യൂറോപ്പിന്റെ പല ഭാഗങ്ങളും മുസ്ലിമീങ്ങൾ കീഴടക്കുന്ന, അത് നേടിയെടുക്കുന്ന ആ കാലഘട്ടത്തിനെയാണ് ഒരു ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത്. ഒരു ഗോൾഡൻ ഏജ് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു 8-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ട് മുതൽ ഒരു 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിനെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ചോദിച്ചാൽ ആ കാലഘട്ടത്തിലാണ് ശാസ്ത്രീയപരമായിട്ടുള്ള പല കണ്ടെത്തലുകൾക്കും പുനരുജ്ജീവൻ ലഭിച്ചത് ആ കാലഘട്ടത്താണ്. പഴയ കാലത്ത് ഗ്രീക്കിലെയും പേർഷ്യയിലെയും ഇന്ത്യയിലെയും റോമിലെയും എല്ലാം വിജ്ഞാനങ്ങൾ, അതാത് ഭാഷകളിൽ എഴുതപ്പെട്ടിരുന്ന വിജ്ഞാനങ്ങൾ യൂറോപ്പിന്റെ പല രാജാക്കന്മാരുടെയും കയ്യിൽ പൂട്ടിക്കിടക്കുകയായിരുന്നു. അതെങ്ങാനും പുറത്തു പോയാൽ, അതെങ്ങാനും മറ്റു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടാൽ തങ്ങളുടെ അധികാരത്തിന്, തങ്ങളുടെ വിശ്വാസത്തിന് അത് കോട്ടം തൊട്ടും ഭീഷണിയാണെന്ന് മനസ്സിലാക്കി അവർ അതെല്ലാം അടക്കി വെച്ചിരുന്നു, അതെല്ലാം പൂട്ടിവെച്ചിരുന്നു. മുസ്ലിമീങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കീഴടക്കുന്നു, പ്രത്യേകിച്ച് സ്പെയിൻ എല്ലാം കീഴടക്കുന്നു, അവിടുത്തെ കൊർദോവ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രധാനമായ പല പ്രദേശങ്ങളും കീഴടക്കുന്നു. ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അവിടുത്തെ ആ പഴയകാല ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ, റോമൻ ഗ്രന്ഥങ്ങളെല്ലാം പൂട്ട് തുറന്നെടുക്കുകയും അവകളെല്ലാം അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു, അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നു. അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പല പല കണ്ടുപിടുത്തങ്ങളും ആ നൂറ്റാണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് ക്യാമറ വെച്ചാണ്. ക്യാമറയുടെ ഒരു വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ പല നിലക്കുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഈ ട്രാൻസ്ലേഷൻ വിപ്ലവത്തിലൂടെ
മധ്യകാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയതെല്ലാം, നെഹ്റുവിനെ പോലെയുള്ള ഗിബ്സനെ പോലെയുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയതെല്ലാം കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളോടാണെന്ന് പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം, ഖറാബിൻ യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നിസാമിയ മദ്രസ പോലെയുള്ള സ്ട്രക്ചേർഡ് കരിക്കുലംസ് എല്ലാം ഉള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെല്ലാം തുടങ്ങുന്നത്. നമ്മൾ ഈ ഗ്രാജുവേഷൻ എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു പ്രാഗ്രൂപമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ, ഇജാസത്ത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈ മധ്യകാലഘട്ടത്തിലാണ്. പിന്നീട് ലോകം കുറെ മുന്നോട്ട് വന്നു, കോളനിവൽക്കരണങ്ങൾ നടക്കുന്നു, പല മുസ്ലിമീങ്ങൾ അധികാരം നേടിയിട്ടുള്ള പല രാജ്യങ്ങളിലേക്കും ഇവർ കടന്നു വരുന്നു, ഇസ്ലാമിന്റെ ഭരണകൂടങ്ങൾക്ക് അകൽ തന്നെ ഛിദ്രത രൂപപ്പെടുന്നു. അങ്ങനെ ഒരു ആധുനിക കാലമാകുമ്പോഴേക്ക് ഇസ്ലാമിക ഭരണകൂടങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പറയപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ആധുനിക കാലത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ സിസ്റ്റങ്ങൾക്കെല്ലാം പുറമെ ലോകത്തെ പല പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലും ഇസ്ലാമിക് സ്റ്റഡീസും ഖുറാനിക് സ്റ്റഡീസും തിയോളജിയും എല്ലാം ഒരു പഠന വിഷയമായിട്ട് നിലനിൽക്കുന്ന രീതിയിലേക്കാണ് ആധുനിക ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെ ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്നാണ് ലോകക്രമത്തിൽ നമുക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ സിലബസുകളെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ്. ഇസ്ലാമിക സിലബസുകളിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് മൻഖൂലാത്തുകൾ, നമ്മൾ പറഞ്ഞു മൻഖൂലാത്ത് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഇലാഹിൽ നിന്നും അഥവാ പടച്ചവനിൽ നിന്നുമുള്ള ഡയറക്റ്റ് നക്കൽ ആയി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നോളേജുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൻഖൂലാത്ത് എന്ന് പറയുന്നത്. അതേസമയം മഅഖൂലാത്തുകൾ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലോജിക്ക്, ഫിലോസഫി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന മഅഖൂലാത്ത് എന്ന് പറയുന്ന വിഷയങ്ങളും, ഈ 2 വിഷയങ്ങളാണ് പൊതുവെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പല വിഷയങ്ങളും, ഭൗതിക വിഷയങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്ന പല വിഷയങ്ങളും ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഉള്ളിൽ പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു, ഒരു കാര്യമായിരുന്നു. രണ്ടും വേറെ അല്ലാതെ ഒരുമിച്ചിട്ടുള്ള ഒരു സംഭവമായിട്ടായിരുന്നു പണ്ട് കാലം തൊട്ടേ ഇസ്ലാമിക വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ദർസെ നിസാമി അഥവാ നമ്മൾ ഇന്ന് നിസാമിയ സിലബസ് എന്നൊക്കെ പറയുന്ന സിലബസിന് രൂപം കൊള്ളുന്നത് മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. മുല്ല നിസാമുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴിലാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ മഅഖൂലാത്തുകളും മൻഖൂലാത്തുകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക് നോളേജും അതുപോലെ തന്നെ മഅഖൂലാത്ത് എന്ന് പറഞ്ഞാൽ ലോജിക്, ഫിലോസഫി പോലെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്ന ഒരു സിലബസ് ആയിരുന്നു ദർസെ നിസാമി അഥവാ നിസാമിയ സിലബസ് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സിലബസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, ആ സിലബസിൽ പഠിച്ച ആളുകളെ സിവിൽ സർവീസിലേക്കും മറ്റു രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിലേക്കും ആവശ്യമുള്ള രീതിയിലേക്ക് അവരെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന സിലബസ് ആയിരുന്നു ഈ നിസാമിയ സിലബസ് എന്നുള്ളത് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് റഹീമിയ സിലബസ് ഉണ്ടാകുന്നത്. ഈ റഹീമിയ സിലബസ് എന്ന് പറയുമ്പോൾ അത് ഹദീസുകൾക്ക് അഥവാ ഹദീസ് പഠനങ്ങൾക്ക്, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഈ മഅഖൂലാത്തുകൾ എന്ന് പറഞ്ഞാൽ ലോജിക്, ഫിലോസഫി എന്ന് പറഞ്ഞല്ലോ, ആ വിഷയങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് ഹദീസ് പോലെയുള്ള പ്രവാചക അധ്യാപനങ്ങൾ പോലെ വിഷയങ്ങൾക്ക് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിലബസ് ആയിരുന്നു റഹീമിയ സിലബസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ആളുകൾക്ക് ഈ ഖുർആൻ എല്ലാം കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖുർആനിനെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും ഈ റഹീമിയ സിലബസ് ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ്. പിന്നീടാണ് ദാറുൽ ഉലൂം ദയൂബന്ദ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. ഈ റഹീമിയ സിലബസിന്റെ ശില്പിയായിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ലോകതലത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പിതാവായിരുന്നു ഈ റഹീമിയ സിലബസിന്റെ സ്ഥാപകന്മാരുടെ ഒരാളായിട്ടുണ്ടായിരുന്നത്. പിന്നീട് വരുന്നതാണ് ദാറുൽ ഉലൂം ദയൂബന്ദിന്റെ സിലബസ്. ദയൂബന്ദ് നമ്മൾ പറയുന്ന ആ സിലബസ് അത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ അഥവാ ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ ബ്രിട്ടീഷുകാരെല്ലാം വന്നിട്ടുണ്ട്. ഒരു വെസ്റ്റേൺ കൾച്ചറിന് ഒരു ആധിപത്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലേക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ദാറുൽ ഉലൂം ദയൂബന്ദ് പോലെയുള്ള സ്ഥാപനങ്ങളിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും ഹദീസിന് ഭയങ്കര പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ്, അത് ഒരു 1880കളുടെ ആ ടൈമിലൊക്കെ ആയിരിക്കണം, അഥവാ 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കീഴിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അലിഗഡ് മൂവ്മെന്റ് നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ
വെസ്റ്റേൺ സയൻസുകളെ എന്ത് ചെയ്യാണ് ഇസ്ലാമിക് ഐഡന്റിറ്റിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, വെസ്റ്റേൺ എഡ്യൂക്കേഷന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അലിഗഡ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ദൈവബന്ദ് എന്ന് പറഞ്ഞാൽ ഹൈലി ട്രഡീഷണൽ ആയി പോകുന്നു, അലിഗഡ് എന്ന് പറയുമ്പോൾ ഹൈലി വെസ്റ്റേണൈസ്ഡ് ആയി പോകുന്നു. ഇതിനെ രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് അതിൽ രണ്ടിൻ്റെയും നന്മകളെ സ്വാംശീകരിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒന്നായിരുന്നു നദ്വത്തുൽ ഉലമ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ ആദ്യം ദർസെ നിസാമി ഉണ്ടാകുന്നു, അത് ഫിലോസഫി, ലോജിക് പോലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു മതവിദ്യാഭ്യാസമായിരുന്നു. പിന്നീട് അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് ഹദീസ് പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന റഹീമിയ സിലബസ് വന്നു. അതിനുശേഷം ദൈവബന്ദിന്റെ ഹൈലി ട്രഡീഷണൽ ആയിട്ടുള്ള ഹദീസിന് കൂടുതൽ ഫോക്കസ് നൽകുന്ന സിലബസ് വന്നു. അതിനുശേഷം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അതിന് റെസ്പോൺസ് എന്ന രീതിയിൽ അലിഗഡ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഹൈലി വെസ്റ്റേൺ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നാൽ ഇസ്ലാമിക് സ്റ്റഡീസും പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം വന്നു. അതിനുശേഷം ഈ ട്രഡീഷനെയും മോഡേണിറ്റിയെയും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു നദ്വത്തുൽ ഉലമ മൂവ്മെന്റും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നത് കേരളത്തിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ആഗോള തലത്തിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു എവല്യൂഷൻ, ഒരു പരിണാമം പഠിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ കരിക്കുലത്തിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ കേരളത്തിന്റെ ഒരു സവിശേഷമായ സാഹചര്യത്തെ കുറിച്ച് പഠിക്കാം. 2001 വഫാത്തായി പോയിട്ടുള്ള അസ്ഹരി തങ്ങൾ ആ കാലഘട്ടം വരെയുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ, കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊന്ന് ആ കാലഘട്ടത്തിൽ അഥവാ ഹിജ്റ 9-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് താനൂര് പള്ളിയിലെല്ലാം ഉണ്ടായിരുന്ന രീതിയായിട്ട് പറയുന്ന ഒരു ഹിജാസ് മിസ്ർ, അഥവാ ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്കയുടെ ആ പ്രദേശം, അതുപോലെ തന്നെ മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്ത്, ഈ പ്രദേശത്തെ വിജ്ഞാനങ്ങളുടെ അവിടെ നടക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ അതേപോലെയുള്ള സിസ്റ്റങ്ങളായിരുന്നു അത്ര ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കോഴിക്കോട് ഖാദിയായിട്ടുണ്ടായിരുന്ന ഷെയ്ഖ് അബൂബക്കർ ഫഖ്റുദ്ദീൻ എന്നവരുടെ കീഴിൽ വരുന്ന ഫഖ്രിയ സിലബസ് ഉണ്ടാകുന്നത്. ആ സിലബസിൽ പ്രധാനമായിട്ടും ഖുർആൻ, ഹദീസ്, ഫിഖ്, തസവുഫ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്ക് പുറമെ അറബിക് ഗ്രാമറിന് ഒരു പ്രൈം ഇമ്പോർട്ടൻസ്, ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് നമ്മുടെ പൊന്നാനിയിലുള്ള മഖ്ദൂം രണ്ടാമന്റെ കീഴിൽ വരുന്ന ഒരു മഅബരിയ സിലബസ്, ഒരു മലബാർ സിലബസ് ഇസ്ലാമിക കേരള വിജ്ഞാന പരിസരത്ത് വരുന്നത്. ഈ മഅബരിയ സിലബസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഫിഖഹിന്റെയും തസവുഫിനുമായിരുന്നു പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധയാർജിച്ച ഫതുഹുൽ മൊയ്ൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു മലയാളി ആയിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്. അത് മഹാനായിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. ഈ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഈജിപ്തിൽ പോയിട്ടാണ് മതം പഠിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഹിജാസ് മിസ്ർ പോലുള്ള വിദ്യാഭ്യാസ കരിക്കുലം, അതുപോലെ തന്നെ മഅബരി സിലബസ്, ഈ കേരളത്തിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ സിലബസുകളെല്ലാം ആഗോള തലത്തിലുള്ളതിന്റെ ഒരു രൂപമായിരുന്നു. അഥവാ ആഗോള തലത്തിൽ കിടപിടിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമായിരുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയൊരു ബാക്കിയാത്ത് സ്വാലിഹത്തിലെല്ലാം പഠിച്ച ചാലിലകത്ത് കുഞ്ഞാമത് ഹാജിയിലൂടെയാണ് നമ്മൾ ഇന്ത്യയിലെ മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നിസാമിയ സിലബസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ സിലബസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനാണ്. വാഴക്കാട് ദാറുൽ ഉലൂമിലായിരുന്നു ഈ സിലബസ് വെച്ചിട്ട് മഹാനവറുകൾ ദർസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ മറ്റ് ദർസുകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ ആളുകളും ആ സിലബസ് പഠിക്കാൻ വേണ്ടിയിട്ട് ദാറുൽ ഉലൂമിലേക്ക് വന്നിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്തൊക്കെയായിരുന്നു അവിടെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ മതവിഷയങ്ങൾക്ക് പുറമെ, മതപഠനങ്ങൾക്ക് പുറമെ ഗണിതശാസ്ത്രം, ഗോളശാസ്ത്രം, അതുപോലെ തന്നെ ലോജിക്, ഫിലോസഫി പോലെയുള്ള വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു വിശാലമായിട്ടുള്ള സിലബസ് ആയിരുന്നു ചാലിലകത്ത് കുഞ്ഞാമത് ഹാജി നവറുല്ലാഹു മർക്കദ അവരെല്ലാം മുന്നോട്ട് വെച്ചിരുന്നത്. എത്രത്തോളം വിശാലമായിട്ടുള്ള സിലബസ് ആയിരുന്നു. 2001 ശേഷം നമ്മുടെ കേരളത്തിലെ സിലബസുകളെ ചരിത്രമെല്ലാം എടുത്തു നോക്കുമ്പോൾ, കേരളത്തിലെ മതപഠനത്തെ കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിട്ടുള്ള മദ്രസ സമ്പ്രദായങ്ങൾ. നമ്മുടെ നാട്ടിലെ മദ്രസ സമ്പ്രദായങ്ങൾ, നമ്മുടെ നാട്ടിൽ ഒത്തുപള്ളികൾ ഉണ്ടായിരുന്നു, സ്കൂളുകളിൽ മതം പഠിപ്പിച്ചിരുന്നു, ഇന്ത്യ സ്വതന്ത്രമാകുന്നു, സെക്കുലർ രാജ്യമാകുന്നു, സ്കൂൾ പഠനങ്ങളിൽ നിന്ന് മതപഠനത്തെ വേർതിരിക്കുന്നു. അതിനൊരു പരിഹാരമായിട്ടാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള സാത്വികരായിട്ടുള്ള മഹാന്മാർ ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്നായിരുന്നു മദ്രസ സിസ്റ്റം എന്ന് പറയുന്നത്. രാവിലെ പ്രാഥമികമായിട്ട് മദ്രസ അധ്യാപനങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ മതവിദ്യാഭ്യാസം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1960കളിലും മറ്റു ആ സമയങ്ങളിലൊക്കെ ഇവിടെ കോളേജുകൾ ഉണ്ടാകുന്നു, മതപഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പിന്നീട് മതപഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ
ഭൗതിക പഠനവും കൂടെ സമന്വയിപ്പിച്ച് നൽകുന്ന ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാർജിക്കുന്ന പല വിദ്യാപീഠങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും സിസ്റ്റങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഇപ്പോ കാലത്തിന്റെ ട്രെൻഡ് മാറിയിട്ട് ലിബറലിസം പോലെയുള്ള പല കാര്യങ്ങളും കുത്തൊഴുകി വരുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിൽ മതബോധം ഊട്ടിയുറപ്പിക്കുകയും അതേസമയം ഭൗതിക പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന രീതിയിലും സമന്വയ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കി പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ നാം എല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഭൗതിക പഠനത്തെ കൂടെ മതം പഠിക്കുന്ന ആളുകൾ കൂടുതൽ സ്വായത്തമാക്കുകയും രണ്ട് മേഖലകളിലും ഒരുപോലെ തിളങ്ങാൻ പറ്റുന്ന രീതിയിൽ അവർ മാറുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ പല മാറ്റങ്ങളും വന്നു. ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നു. അങ്ങനെ ഓൺലൈൻ മദ്രസകളും നമ്മുടെ നാട്ടിൽ സർവ്വവ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട്. എജുതൻസിലും അതുപോലെയുള്ള ഒരു മദ്രസ സിസ്റ്റമാണ് ഓൺലൈൻ മദ്രസ എന്ന് പറഞ്ഞാൽ. സ്കൂളുകളിലേക്ക് നേരത്തെ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പോകുന്നു. സ്കൂൾ ബസ് രാവിലെ 7 8 മണിക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ മദ്രസ പഠിക്കാൻ കഴിയാതെയാകുന്നു. ഇത്തരം പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കൾ മതപഠനത്തിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുന്നു. അതേപോലെ തന്നെ മദ്രസയിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1-to-1 ട്രെയിനറുടെ സഹായത്തോടു കൂടെ മതം പഠിക്കാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. ഈ രീതിയിലെല്ലാം ഓൺലൈൻ സമ്പ്രദായങ്ങൾ, ഓൺലൈൻ മദ്രസകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യം കൂടിയാണ്. കാരണം മതം പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരേ ടേസ്റ്റിലും ഒരേ പേസിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഓരോ കുട്ടിക്കും വേണ്ട രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, അതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ട്യൂഷൻ നൽകുന്ന രീതി, അതുപോലെ തന്നെ മദ്രസയിൽ പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് മദ്രസ പഠിപ്പിക്കുന്ന രീതി, ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് മതപഠനവും മതബോധവും രണ്ടും രണ്ടാണ്. മതപഠനവും മതബോധവും രണ്ടും രണ്ടാണ്. നമ്മുടെ മദ്രസയിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകേണ്ട ഉദ്ദേശം എന്താണ്? ഒരാൾ മതം പഠിക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്താണ് വിദ്യാഭ്യാസം? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ലിറ്റിൽ സാവേജ് ടേൺ ടു ബി എ ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. ഒരു കൊച്ചു കാട്ടാളനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഒരു ധാർമ്മിക ജീവിയായിട്ട് മനുഷ്യനെ മാറ്റുക എന്നുള്ളതാണ് മതവിദ്യാഭ്യാസത്തിന്റെ കാതലായിട്ടുള്ള കാര്യം. അതിൽ ദൈവത്തോടുള്ള ധാർമ്മികത നാം പുലർത്തേണ്ടി വരും, മനുഷ്യരോടുള്ള ധാർമ്മികത നാം പുലർത്തേണ്ടി വരും, സമൂഹത്തോടുള്ള ധാർമ്മികത നാം പുലർത്തേണ്ടി വരും. ഇതെല്ലാം ഒരു ഓൺലൈൻ മദ്രസയിൽ എങ്ങനെയാണ് സാധ്യമാവുക എന്ന് നാം ഒരുപക്ഷെ സംശയിച്ചേക്കാം. അതിനുള്ള പരിഹാരവും എജുതൻസിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കുട്ടിയെ ഒരു കംപ്ലീറ്റ് മെന്റർഷിപ്പ്, പേരന്റിന്റെ സഹായത്തോടു കൂടെ ഒരു കംപ്ലീറ്റ് മെന്റർഷിപ്പോട് കൂടെയാണ് എജുതൻസിൽ പോലെയുള്ള വിദ്യാഭ്യാസ ഓൺലൈൻ മദ്രസകൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവരുടെ നിസ്കാരം, ഓത്ത്, കർമ്മങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ശീലമാക്കുക, അവരുടെ പെരുമാറ്റം നന്നാക്കുക, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള തൻസീൽ ചാർട്ട് പോലെയുള്ള കാര്യങ്ങളും എജുതൻസിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ലോകം മാറിയാലും കാലം മാറിയാലും എത്ര പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നാലും എത്ര പുതിയ പഠന ശാഖകൾ വന്നാലും അവയെല്ലാം പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ വിജ്ഞാനങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അഥവാ അതിനോടെല്ലാം കോമ്പീറ്റ് ചെയ്യാൻ മാത്രം പ്രാപ്തിയുള്ള വിശാലമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ബേസ് ആണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനുള്ളത്. നാം പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുന്നു. അതിനുശേഷം ഒരു ഗോൾഡൻ ഏജ് വരുന്നു, ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, പിന്നീട് കോളനിവൽക്കരണം നടക്കുന്നു, ആധുനിക AI ഓൺലൈൻ സമ്പ്രദായങ്ങൾ വരുന്നു. ഇവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തലയെടുപ്പോട് കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ കൺവേർട്ട് ചെയ്യാൻ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ മാറ്റാൻ സാധിക്കുന്നു, സമന്വയം കൊണ്ടുവരുന്നു. അതുപോലുള്ള കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നു. നാം പല യൂണിവേഴ്സിറ്റികളിലും, ആഗോള തലത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും പല പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലും സ്കോളർഷിപ്പോടുകൂടെ, കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പോട് കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മതം പഠിച്ച ആളുകൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും അവർക്ക് കഴിയുന്നുണ്ട്. ഒരു മതബോധിക സമന്വയം എന്ന് പറയുമ്പോൾ ഈ ലോകത്തും ആഖിറത്തിലേക്കുള്ള ലോകത്തും ഒരുപോലെ മുതൽക്കൂട്ടാവുന്ന രീതിയിലേക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ കൂടുതൽ മാറ്റോടുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാം എല്ലാവരും അതിനെ പിന്തുണക്കേണ്ടതുണ്ട് എന്നറിയിച്ചുകൊണ്ട് നാം എല്ലാവരും ഇത്തരം കാര്യങ്ങളെ പിന്തുണക്കേണ്ടതുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.